അതേപോലെ നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ പ്രശ്നം മാറ്റി വേറെ ആളുടെ തലയിലേക്ക് ഇടാന്നുള്ള രീതിയിൽ റോട്ടിലേക്ക് ഇങ്ങനെ അടുക്കി കൂട്ടിയിട്ടാണ് കൂമ്പാരങ്ങൾ വരുന്നത് വേസ്റ്റിൻ്റെ. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇവരെ വളർത്തിയെടുക്കണം. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ആദ്യം വർഷത്തിൽ ഒരു വട്ടം പ്രസവിച്ചിരുന്ന തെരുവ് നായ്ക്കൾ ഇപ്പോൾ വർഷത്തിൽ 3 വട്ടമൊക്കെയാണ് ഒരു നോർമൽ ഒരു ഫീമെയിൽ തെരുവ് നായ പ്രസവിക്കണേ. അപ്പോൾ ഒരു തെരുവ് നായയിൽ നിന്ന് ഒരു 24 കുട്ടികളാണ് ഒരു വർഷത്തിൽ വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരു തെരുവ് നായനെ വന്ധ്യംകരിച്ച 24 ഡോഗ്സിനെയാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണത്. അതേപോലെ ഒരു 1000 തെരുവ് നായ്ക്കളെ നിങ്ങൾ വന്ധ്യംകരിച്ചു വെച്ചാൽ 24,000 ഡോഗ്സിനെയാണ് നമ്മൾ കേരളത്തിൽ വ്യക്തമാണ്. പക്ഷേ ശ്രീമതി സാലി കണ്ണൻ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അല്ല, ഞാൻ തീർച്ചയായും എനിക്ക് ഇടപെട്ട് ചോദിക്കാനുണ്ട്. കാരണം ഇത് വന്ധ്യംകരിക്കാം, അത് നടന്നോട്ടെ. പക്ഷേ ഒരു പ്രദേശത്ത്, അതായത് പുറത്തിറങ്ങാനാവാത്ത വണ്ണം വ്യക്തമായി ഇപ്പോൾ വ്യക്തിപരമായി തന്നെ അറിയാവുന്ന പല പ്രദേശങ്ങളും ഈ സ്ഥാപനം ഇരിക്കുന്നതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ തന്നെയുണ്ട്. പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് പലപ്പോഴും രാത്രികളിൽ. അത്തരം പ്രദേശങ്ങളിൽ ഇവരെ വന്ധ്യംകരിച്ചുകൊണ്ടേയിരുന്നാൽ പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. അവിടെ ആ പട്ടികൾ ചാകുന്നിടം വരെ ഉണ്ടാവും, വേറെ പട്ടികൾ അവിടേക്ക് വരികയും ചെയ്യും. ഇതാണ് അവസ്ഥ. പക്ഷേ അവിടെ വളരെ പെട്ടെന്ന് അവിടെ കടികൊള്ളുന്ന ജനങ്ങളെ രക്ഷിക്കാൻ എന്താണ് മാർഗം എന്നതാണ് പ്രശ്നം. ആ ഏരിയയിൽ വന്ധ്യംകരണം സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഈ അക്രമാസക്തമായ ഡോഗ്സിനെ വന്ധ്യംകരണത്തിന് പിടിക്കൂ. എന്തായാലും പിടിക്കേണ്ട ഡോഗ്സിനെ കൊല്ലണേന് പകരം അവരെ വന്ധ്യംകരണം ചെയ്യൂ. കാരണം ഒരു ഏരിയയിൽ കൊല്ലുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ആ ഏരിയയിലത്തെ ഡോഗ്സ് ഭയങ്കര ടെറിട്ടോറിയലാണ്. ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഡോഗ്സിന് ആ ഏരിയയിലത്തെ നാട്ടുകാരെയും ആൾക്കാരെ അറിയാം. നിങ്ങൾ അവിടുത്തെ ഡോഗ്സിനെ കൊന്ന ആ ഒരു ബാലൻസ് ഫില്ല് ചെയ്യാനായിട്ട് വേറെ ഏരിയാസിൽ നിന്ന് അവിടുത്തെ വേസ്റ്റ് ഇല്ലാണ്ടാവണില്ല. അവിടെ വേസ്റ്റ് അവിടെ തന്നെ ഉണ്ടാവും. ഈ വേസ്റ്റ് തിന്നാനായിട്ട് വേറെ ഏരിയാസിൽ നിന്നുള്ള ഡോഗ്സ് വരും. പക്ഷേ വളരെ പെട്ടെന്ന് വളരെ ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. തീർച്ചയായും ശ്രീ ജോസ് മാവേലി. പക്ഷേ ഇതിനെ ശാസ്ത്രീയമായി ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാമായിരിക്കും. കാരണം കൂടുതൽ നമ്മൾ ഈ പട്ടികളെ കുറിച്ച് പഠിച്ചിട്ടില്ല. കടികൊള്ളുമോ എന്ന് പേടിച്ച് ഓടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു പ്രദേശത്ത് ഈ പട്ടികടി കൊള്ളുന്നതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് നടത്താവുന്ന ഇടപെടൽ എന്താണ്? അത് മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ നമ്മുടെ നായസ്നേഹങ്ങൾക്ക് വേണ്ടി തെരുവുനായകൾക്ക് വേണ്ടി വാദിക്കുന്ന സാലിഖാനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സാലിഖാനിൻ്റെ മനസ്സ് ഇനിയും മാറാനുണ്ട്. സാലിഖാൻ എന്താ പറയണേ? സാലിഖാനിന് ഈ തെരുവുനായകളുടെ സ്നേഹം എന്താണ്? ഇവിടെ തെരുവുനായകൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നു മാത്രമല്ല, ഇപ്പോൾ ഒരു കണക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നു. 3 ലക്ഷം തെരുവുനായ്ക്കൾ, ഔദ്യോഗിക കണക്കാണ്, നമ്മുടെ സിരി ജഗൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നതാണ്. 2001 വരെ തെരുവുനായ്ക്കളെ മുഴുവനും എല്ലാ പഞ്ചായത്തുകാരും കൊന്നിരുന്നതാണ്. പഞ്ചായത്ത് അധികൃതർ അതിനുവേണ്ടി പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് നയമായിരുന്നു കൊല്ലുക എന്നുള്ളത്. ഇതൊരു വെള്ളരിക്കപ്പെട്ടണമായിട്ട് വീണ്ടും കുറേ നായസ്നേഹികളും കുറേ മരുന്ന് ലോബികളും കൂടി ചേർന്ന് സുപ്രീം കോടതിയിൽ എന്തോ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വിധി നേടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പേടിപ്പിക്കുകയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നത്, നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഇതിനെക്കുറിച്ച് ഭയങ്കര ചർച്ച നടക്കുന്നു. എത്ര ആൾ 3 ലക്ഷം ആളുകളെയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ പട്ടി കടിച്ചിരിക്കുന്നത്. ഒരു പട്ടി കടിച്ചത് ആ കുടുംബത്തിൻ്റെ ആളുകളുടെ അവസ്ഥ നോക്കിയാൽ, പേ പിടിക്കുന്ന ഒരു അവസ്ഥയിൽ വന്ന് നോക്കിയാൽ, ഒരു പേ പിടിച്ച ആളുടെ ജീവിതം നോക്കിയാൽ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പോൾ ഇതിനൊരു വേണം ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരം, തെരുവുനായ്ക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരു വിമോചന സമരം വേണ്ടിയിരിക്കുന്നു. ഇവിടെ ജനങ്ങളെല്ലാം ഒന്നിച്ച് വരണം, ജനങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി വരണം, എല്ലാ തെരുവുനായ്ക്കളെയും കൊല്ലണം. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഈ തെരുവുനായ്ക്കൾ മുഴുവൻ അക്രമകാരികളാണ്. എങ്ങനെ അക്രമകാരികൾ? തെരുവുനായ്ക്കൾക്ക് ഏതെങ്കിലും തെരുവുനായ്ക്കൾക്ക് പേ വിഷയമില്ല എന്ന് പറയാൻ പറ്റുമോ? സാലിഖാൻ പറയാൻ പറ്റുമോ? ഏതെങ്കിലും തെരുവാക്കി പേ വിഷയമില്ലാന്ന്? മുഴുവൻ തെരുവുനായ്ക്കൾക്കും പേ വിഷയം ഉണ്ടാവും. ഇവർ രാത്രി മുഴുവൻ ലൈംഗികബന്ധം നടത്തുന്നവരാണ്, മുഴുവൻ സമയം ലൈംഗികബന്ധം നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇവനെ കടിച്ചു വരുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ലൈംഗികമായി നടത്തുന്ന ഈ അക്രമവാസനയുള്ള ഈ തെരുവുനായ്ക്കളെ മുഴുവനും മനുഷ്യർ കടി കൊണ്ട് ചാവാന്ന് പറഞ്ഞാൽ ഇത് എന്ത് വെള്ളരിക്കപ്പെട്ട ഇതിന് വേണ്ടി ഞാൻ എന്താ പറയാ, 4 കേസ് താങ്കളിലേക്ക് തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന്. ശ്രീമതി സാലി കണ്ണൻ, പ്രശ്നം ഇതാണ്. ഇങ്ങനെയാണ് സാധാരണക്കാരൻ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ശ്രീ ജോസ് മാവേലിയുടെ വാദങ്ങൾക്കപ്പുറത്ത് അതിനെ ശാസ്ത്രീയമായി നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ജനം കടികൊള്ളുകയാണ് എന്ന യാഥാർത്ഥ്യം അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയാണ്. പിന്നെ 2001 ശേഷം പട്ടികൾ കുറഞ്ഞോ എന്ന് താങ്കൾ ഇടയ്ക്കിടപെട്ട് ചോദിച്ചു. ഒരൊറ്റ കാര്യം പറയട്ടെ, 2001 മുൻപ് ഇത്ര ഭീകരമായിരുന്നില്ല അവസ്ഥ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആകെ 1 ലക്ഷം പട്ടി ഉണ്ടായുള്ളൂ ഇന്ത്യയിലാകെ. ഞാൻ തിരിച്ചു വരാം ശ്രീ ജോസ് മാവേലി. ശ്രീമതി സാലി കണ്ണനിലേക്ക് വളരെ പെട്ടെന്ന്. പട്ടിയെ മാറിയിരിക്കുന്നത് കേരളത്തിൽ തന്നെ. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കേരളത്തിൽ ദിവസം പ്രതി
പട്ടികൾ അഗ്രഷൻ കൂടിക്കൊണ്ട് വരാ ചെയ്യണേ. ഈ ഇപ്പം നമ്മൾ പോണ ട്രെൻഡിൽ പോയിച്ചാൽ അടുത്ത് തന്നെ കേരളത്തിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ്സ് വരയ്ക്കും അഗ്രസീവ് ആവുക ചെയ്യണേ. ഈ കൊല്ലാൻ പോണ ആൾക്കാർ, ഈ കില്ലേഴ്സ് പോകുമ്പോൾ ഒരു ഏരിയയിൽ പോയിട്ട് അവർ ഏതൊരു ഫ്രണ്ട്ലി ഡോഗ് വരയ്ക്കും ഈ പട്ടിപ്പിടുത്തക്കാർ കൊല്ലണ രീതി. നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കണവർ മാവേലി കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഫോട്ടോയിലൊക്കെ ഞാൻ നിൽക്കണ കണ്ടിട്ടുണ്ട് മരിച്ച ഡോഗുകളുടെ അടുത്ത്. ഈ മരിച്ച ഡോഗുകൾ അഗ്രസീവ് ഡോഗ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് എന്ത് കണക്കിലാണ് ഇവർ അഗ്രഷൻ പറയണതെന്ന് എനിക്കറിയില്ല. എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ രീതികൾ ഇവർ കൊല്ലണ രീതി, വലിച്ച് അയച്ച് റോട്ടിലിട്ടിട്ട് അടിച്ചു കൊല്ലൽ, ഇതുപോലെ ഇഞ്ചക്ഷൻ. അല്ല തെരുവ് നായ്ക്കൾ അഗ്രസീവ് ആണെന്ന് എങ്ങനെയാ പറയുന്നത്? ഞാനൊരു 20 വർഷമായിട്ട് തെരുവ് നായ്ക്കളുടെ കൂടെ വർക്ക് ചെയ്യണേ. എന്നെ പിന്നെ നമ്മുടെ റോഡിൽ എത്ര തെരുവ് നായ്ക്കളെ വേണം? നമ്മുടെ ശരീരത്തിൽ കൊണ്ട മതി. ഡോക്ടർമാരെല്ലാം പറയുന്നത് സലവയിൽ നിന്നാണ് പേവിഷബാധ ഉണ്ടാവുന്നത്. സലവയിൽ നിന്ന് അല്ല പട്ടി കടിക്കണ്ട. അപ്പൊ അത്രയ്ക്ക് വലിയ അപകടം പിടിച്ച സംഭവമാണ്. ഒരു പ്രശ്നം ഇവിടെ ഈ പറഞ്ഞതുപോലെ 3 ലക്ഷം എന്നൊക്കെ ഒരു കണക്കുണ്ടെങ്കിലും 3 ലക്ഷത്തിനുമൊക്കെ എത്രയോ മുകളിലാണ് സംസ്ഥാനത്തെ പട്ടികളുടെ മൊത്തം എണ്ണം. ഈ പട്ടികളെ മുഴുവൻ ഇതുവരെ ആസൂത്രണം ചെയ്യുന്ന ഒരു പദ്ധതികളിലൂടെയും ഇതുവരെ ഇപ്പൊ ഈ വന്ധ്യംകരണം തന്നെ ആയിക്കോട്ടെ, വന്ധ്യംകരണം കൊണ്ട് എത്ര നായ്ക്കളെ വന്ധ്യീകരിക്കാൻ കഴിയും? ഇതുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സർക്കാർ വൃത്തങ്ങളിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ചിരിയാണ്. ഈ വന്ധ്യംകരണം ഇതൊന്നും നടക്കില്ലെന്ന് തന്നെയാണ് ആ ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് പറയുന്നത്. പറഞ്ഞോളൂ സാരിക്കണം. മര്യാദക്ക് കേരളത്തിൽ വന്ധ്യംകരണം ട്രൈ ചെയ്തിട്ടില്ല. കേരളത്തിൽ ഇപ്പൊ 2 സ്ഥലത്ത് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. കേരളത്തിൽ 2 സ്ഥലങ്ങളിൽ ഇപ്പോൾ വന്ധ്യംകരണം നടക്കുന്നുണ്ട്. കൊച്ചി ABC അതിനൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. അവിടെ ഓൾമോസ്റ്റ് 2000 ഡോഗ്സിന് വന്ധ്യംകരണം ആവാറായിട്ടുണ്ട്. വളരെ എഫക്റ്റീവ് സയന്റിഫിക് രീതിയിലാണ് അവിടെ നടക്കുന്നത്. പാലക്കാട് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്തെല്ലാമാണ്? വീട്ടിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന കുട്ടിയെയാണ് അവിടെ നിന്ന് കടിച്ചെടുത്തുകൊണ്ട് പോകാൻ ഒരു പട്ടി ശ്രമിച്ചത്. ആ പട്ടി സംഘം ചേർന്നൊന്നുമല്ല വന്നത്, തനിച്ചാണ് വന്നത്. സംഘം ചേർന്ന് ആക്രമിക്കുന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. സംഘം ചേരുമ്പോൾ ഇവർ 2 പ്രശ്നമുണ്ട്. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ പറയുന്നത് ഇവർ സംഘം ചേർന്ന് ആക്രമിക്കില്ലെന്ന്. സംഘം ചേർന്ന് ആക്രമിക്കുമെന്ന് വാദിക്കുന്ന മൃഗസംരക്ഷണ പ്രവർത്തകർ തന്നെയുണ്ട്. അതാണ്. അപ്പോൾ ആദ്യയിലേക്ക് ആക്രമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് നിലവിലെ സർക്കാരിന്റെ നടപടികൾ ആക്രമിക്കാൻ വേണ്ട ഒന്നും വേണ്ട സാറേ. ഇത് കുട്ടികൾക്ക് ഇപ്പൊ പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടോ? പാവപ്പെട്ട ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ? വളരെ കഷ്ടമല്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് അന്വേഷിച്ച് നോക്കിയാൽ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലും ദിവസേന 25 പേരാണ് പട്ടിയുടെ കടി കൊണ്ടുവരുന്നത്. വാർത്തയല്ല. ജനസേവാ ശിശുഭവനിലെ പാവപ്പെട്ട അമ്മമാര് വരുമ്പോൾ അവരെല്ലാം മക്കളെ ശരീരത്തിൽ പട്ടി കടിച്ചിരിക്കുകയാണ്. ശ്രീ ഡിജോ കാപ്പൻ, ഇത് പൊതുജനത്തിന്റെ ഒരു ധാരണയ്ക്കപ്പുറത്ത് ശാസ്ത്രീയമായി പറയുമ്പോൾ ആ വാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തോന്നാവുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. കാരണം ഇത്രയേറെ ഒരു വർഷം 24 പട്ടികളെ പ്രസവിക്കുന്ന ഒരു പെൺപട്ടി, ഒരു ആൺപട്ടിയെ ഉണ്ടെങ്കിൽ ആ പട്ടികളെ വന്ധ്യംകരിക്കുക എന്നത് തന്നെയാണ് ശാസ്ത്രീയമായ മാർഗം എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത് എൻ്റെ പ്രധാനപ്പെട്ട സംശയം, ഈ വളരെ പെട്ടെന്നുള്ള നമ്മുടെ ഒരു തൊട്ടടുത്ത ഭാവിയിൽ അത് എങ്ങനെ നമുക്ക് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കഴിയും? അല്ല, ഇപ്പം ഇത്രയും കാലം മേനകാ ഗാന്ധി മാത്രമേ ഞങ്ങൾക്കൊരാശ്രയമുള്ളൂ എന്ന് കരുതിയിരുന്ന നായ്ക്കൾക്ക് ഇപ്പം നമ്മൾ കേരളത്തിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം എന്നാ? ജില്ലാ പഞ്ചായത്തുകൾ തോറും പാർക്ക്, രോഗചികിത്സ, പുനരധിവാസം, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പോലും ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാനൊരു കാര്യം പറയാം, 2000-ന് മുമ്പ് ഇത്രയും നായശല്യം ഇല്ലായിരുന്നു എന്ന് പറയാൻ കാരണം, 2000-ന് മുമ്പ് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ തെരുവുനായ അലഞ്ഞു നടന്ന ആളുകളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കാഞ്ഞിരത്തിൻ്റെ തൊലിയും ഇച്ചിരി ഇറച്ചിയും കൂടെ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. അവിടെ പിന്നെ ആ നായയുടെ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ ഇപ്പം പുതിയ 2001-ലെ നിയമം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ നായകളെ യാതൊരു കാരണവശാലും കൊല്ലാൻ പാടില്ല. തായ്ലൻഡിലൊക്കെ നായ ഭക്ഷിക്കുക ആളുകൾ. പക്ഷേ അവിടെ ഇല്ലാത്ത ഒരു സ്നേഹം ഇവിടെ എന്തുകൊണ്ടുണ്ടാകുന്നു? ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ പശുവിനെയും പോത്തിനെയും കാളയും ഒക്കെ കൊല്ലാം, നായയെ മാത്രം കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് നായയെ കുഴിച്ചെടുത്ത് അത് പോസ്റ്റ്മോർട്ടം നടത്തുന്നു. അപ്പം ഇവിടെ ആർക്കാണ് ഇവിടെ പ്രിഫറൻസ് എന്നുള്ളതാണ്.
ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ പഞ്ചായത്ത് മെമ്പർമാർ മുതൽ മുകളിലേക്കുള്ളവർ കഴിഞ്ഞ കാലങ്ങളിൽ ഏതായാലും തെറ്റായ ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നിയമം മാറ്റിയെഴുതണം കാലത്തിനൊത്ത്. ഈ അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാൻ അനുവദിച്ചാൽ